students, today we are going to discuss about the topic molecular orbital theory അഥവാ MOT theory. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഈ തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ഹണ്ട് ആൻഡ് മുള്ളിക്കൻ എന്നും പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇൻ 1932. അക്കോർഡിംഗ് ടു ദിസ് തിയറി അഥവാ ഈ MOT തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? മോളിക്കിൾസിൻ്റെ, അതായത് ആറ്റംസ് അല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, മോളിക്കിൾസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ മോളിക്കിൾസിലെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഇവയുടെയൊക്കെ മോളിക്കുലർ പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പം ഷേപ്പ്, ജോമെട്രി, അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ബോണ്ട് ഓർഡർ, ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ തിയറി വെച്ചിട്ട് സാധിക്കും. സോ വാലൻസ് ബോണ്ട് തിയറിയിലുള്ള ലിമിറ്റേഷൻസൊക്കെ ഓവർകം ചെയ്യാൻ ഈ തിയറിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഈ തിയറി പ്രകാരം നമുക്ക് കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആദ്യമേ പറയാനുണ്ട്. സോ എന്തൊക്കെയാണ് ആ പോസ്റ്റുലേറ്റ്സ് എന്ന് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, അതിൽ തന്നെയുണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, അറ്റോമിക് ഓർബിറ്റൽസ് അല്ല. അപ്പം ഈ തിയറി പ്രകാരം ഒരു മോളിക്യൂൾസിലെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മോളിക്കുലർ ഓർബിറ്റൽസിലാണ്. ഇലക്ട്രോൺസിൻ്റെ മോളിക്കുലർ ആർ അറേഞ്ച്ഡ് ഇൻ മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന്. അതായത് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് ലീനിയർ കോമ്പിനേഷൻ വഴി ഫോം ചെയ്യുന്ന ഓർബിറ്റൽസാണ് മോളിക്കുലർ ഓർബിറ്റൽസ്. മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഓർബിറ്റൽസാണ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി നമുക്കറിയാം അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ പ്രത്യേകത എന്താ? അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ മോണോസെൻട്രിക് ആണ്. എന്താണ് മോണോസെൻട്രിക്? അതായത് ഒരു അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഒരു ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസിൽ മാത്രം വരുന്നതിനെയാണ് നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അതായത് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ അറ്റോമിക് ഓർബിറ്റൽ ഈസ് ഓൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ വൺ ന്യൂക്ലിയസ്. എന്നാൽ ഒരു മോളിക്കുലർ ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ അതൊരു പോളിസെൻട്രിക് ആണ്. ദാറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ഇൻ എ മോളിക്കുലർ ഓർബിറ്റൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 or more ന്യൂക്ലിയർ. രണ്ടിലധികം ന്യൂക്ലിയസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഏതിലുണ്ടാവും? മോളിക്കുലർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ പോളിസെൻട്രിക് എന്ന് പറയുന്നത്. അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോ സെൻട്രിക് ആണ്. നിങ്ങൾക്കറിയാം മോളിക്കുലർ ഓർബിറ്റൽസ് 2 ടൈപ്പ് ഉണ്ട്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറിച്ചിട്ട് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ അറ്റോമിക് ഓർബിറ്റൽസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. So according to this theory, all the atomic orbitals of the atoms participating in molecule formation, they all get mixed up to an equivalent number of new orbitals that belongs to the molecule. Now these are called molecular orbitals, and this theory is based on principle of linear combination of atomic orbitals. Atomic orbitals inde linear combination വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും തന്നെ മോളിക്കുലർ ഓർബിറ്റൽസും ഫോം ചെയ്യും. ദ നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ്. അതുപോലെ തന്നെ എന്താണ് ഈ നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്, അല്ലെങ്കിൽ ഈ മോളിക്കുലർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. അതിൻ്റെ എനർജീസ് ഈ ഫോം ചെയ്യുന്ന മോളിക്കുലർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജീസിനെ ബേസ് ചെയ്തിട്ടാണ് അതിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മോളിക്കുലർ ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ മോളിക്കുലർ ഓർബിറ്റൽസ് ഓഫ് ഈക്വൽ എനർജി ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ ഓൾ സച്ച് ഓർബിറ്റൽസ് കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഈച്ച്. അതായത് പെയറിങ് നടക്കുന്നത് എങ്ങനെയായിരിക്കണം? equal energy does not take place until all such orbitals contain one electron each.
അതായത് രണ്ടെണ്ണം വെച്ച് ഫില്ല് ചെയ്ത് വേണം പോകാൻ, അല്ലാതെ ഒരു ഇലക്ട്രോൺ വെച്ചിട്ട് പിന്നെ അടുത്തതിൽ ഇലക്ട്രോൺ അങ്ങനെയല്ല. ഈക്വൽ എനർജിയുള്ള ഓർബിറ്റൽസിൽ എന്താണ് മാക്സിമം ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്തിട്ട് വേണം ഹയർ എനർജി അല്ലെങ്കിൽ അടുത്ത ഓർബിറ്റലിലോട്ട് നമ്മൾ പോകേണ്ടത്. അപ്പം ഇതൊക്കെയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ അസംഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ നോക്കേണ്ടത് എന്താണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. അപ്പം ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കോമ്പിനേഷൻ വഴിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ അറ്റോമിക് ഓർബിറ്റൽസിനെ നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ അതിന് പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ പറ്റും. ഒന്ന് അത് അഡീഷൻ വഴി നടത്താം, സബ്സ്ട്രാക്ഷൻസ് വഴി നടത്താം. അപ്പം വേവ് ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ വേവ് ഫങ്ഷൻസിനെ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് സബ്സ്ട്രാക്റ്റ് ചെയ്യാം. സോ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അഥവാ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ മെത്തേഡ് LCAO എന്നൊക്കെ നമ്മൾ ഷോർട്ടായിട്ടൊക്കെ പറയും. ഇവിടെ വേവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർബിറ്റൽ വേവ് ഫങ്ഷൻസ് ആണ്. നമ്മളതിനെ psi A ആൻഡ് psi B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ആറ്റംസ് എയും ബി എന്നും പറഞ്ഞ് രണ്ട് ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേവ് ഫങ്ഷൻസ് ആണ് psi A psi B. ഇത് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ നമുക്ക് കമ്പൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഒന്ന് ഇവയെ നമുക്ക് അഡീഷൻ നടത്താം, അല്ലെങ്കിൽ അതിനെ സബ്സ്ട്രാക്ഷൻ നടക്കാം. The molecular orbitals formed by the addition of atomic orbital has a lower energy than the combining orbitals. It is called bonding molecular orbitals since it favors bond formation. അതായത് ഈ വേവ് ഫങ്ഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യുവാണെങ്കിൽ, അതായത് psi A plus psi B അങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഓർബിറ്റൽസിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്, അവയുടെ എനർജി എപ്പോഴും ലോവർ ആയിരിക്കും. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പൈനിങ് ഓർബിറ്റൽസിനെ വെച്ചിട്ട് ഈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജി എപ്പോഴും ലോവർ ആയിരിക്കും. അതെന്തിനെ ഫേവർ ചെയ്യും? ബോണ്ട് ഫോർമേഷനെ ഫേവർ ചെയ്യും. സോ അതാണ് നമുക്ക് psi B എന്ന് നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? psi B എന്ന് എഴുതാം. അതായത് നമ്മുടെ രണ്ട് വേവ് ഫങ്ഷൻസ് ഉണ്ട്, psi A പ്ലസ് psi B. ഇങ്ങനെയാണ് വേവ് ഫങ്ഷൻസ് ആഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ വഴി മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമുക്ക് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് അഥവാ psi B എന്ന് പറയാം. ഇനി ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ്, ദ ടു അറ്റോമിക് ഓർബിറ്റൽസ് ക്യാൻ കമ്പൈൻ ബൈ സബ്സ്ട്രാക്ഷൻ ടു ഫോം എ മോളിക്കുലർ ഓർബിറ്റൽ. അതിനെയാണ് നമുക്ക് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. സബ്സ്ട്രാക്ഷൻ വഴിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന ഓർബിറ്റൽസിന് higher energy ആയിരിക്കും. The molecular orbitals formed by the subtraction of atomic orbital has a higher energy than the combining orbital. So it is called anti-bonding molecular orbitals as it opposes bond formation. It is also represented as psi B. നമുക്കതിനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനെ എങ്ങനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനെ നമുക്ക് ഒരു സെക്കൻഡ് psi A എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അത് psi A എന്ന് പറഞ്ഞാൽ psi വേവ് ഫങ്ഷൻ ഓഫ് A മൈനസ് വേവ് ഫങ്ഷൻ ഓഫ് B. അപ്പം സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന വഴി ഉണ്ടാകുന്ന ബോണ്ടിങ് ഓർബിറ്റൽസിനെ നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ psi A എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹയർ എനർജി ആയിരിക്കും. അപ്പം അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വഴിയാണ്. അതായത് വേവ് ഫങ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും? അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻസ് വഴി അതിൻ്റെ വേവ് ഫങ്ഷൻസിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ സ്ലൈഡിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. Suppose psi A and psi B represent the amplitude of electron waves of the two atomic orbitals of atoms A and B respectively, then the situation may be represented as follows. Case 1, when the two waves are in phase,
that is constructive interface so that they add up and the amplitude of the new wave is അതായത് ആ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലാണ് സൈ എ പ്ലസ് സൈ ബി എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. സൈ എയും ആദ്യമേ പറഞ്ഞിരിക്കുന്ന വേവ് ഫങ്ഷൻസ് സൈ എ സൈ ബി ആണ് നമ്മുടെ രണ്ട് ആറ്റത്തിൻ്റെ വേവ് ഫങ്ഷൻസ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കേസ് 1 എന്ന് പറയുമ്പോൾ അവയെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സൈ എ പ്ലസ് സൈ ബി ആണ്. അവിടെ പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത്, അതായത് ആ സ്ക്വയർ റൂട്ടുള്ള ഇക്വേഷൻസ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. ജസ്റ്റ് നിങ്ങളിങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ബൈ ദ അഡിറ്റീവ് എഫക്റ്റ് അഥവാ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആർ കോൾഡ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ആ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന പോയിന്റ് ശ്രദ്ധയോടെ നോക്കുക. ഈ പോയിൻ്റാണ് മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ബൈ ദ അഡിറ്റീവ് എഫക്റ്റ് അഥവാ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് ദ അറ്റോമിക് ഓർബിറ്റൽസ് ആർ കോൾഡ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അഥവാ സബ്സ്ട്രാക്റ്റീവ് എഫക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയാം. സബ്സ്ട്രാക്റ്റീവ് എഫക്റ്റ് അഥവാ എന്ത് പറയാം, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ സൈ എ മൈനസ് സൈ ബി വരുവാണെങ്കിൽ നമുക്കതിനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്നും പറയാം. അപ്പോൾ രണ്ട് രീതിയിൽ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നില്ലെങ്കിൽ അഡിക്റ്റീവ് എഫക്റ്റ് വഴിയും അല്ലെങ്കിൽ സബ്സ്ട്രാക്റ്റീവ് എഫക്റ്റ് വേവ് ഫങ്ഷൻസിൻ്റെ അഡിക്റ്റീവ് എഫക്റ്റ് വഴിയും അല്ലെങ്കിൽ സബ്സ്ട്രാക്റ്റീവ് എഫക്റ്റ് വഴിയും അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസിലോട്ട് പോകാം. അതിൻ്റെ ഒരു ഫിഗറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് വൺനെസ് അറ്റോമിക് ഓർബിറ്റൽ ഓഫ് ആറ്റംസ്. ഇപ്പോൾ രണ്ട് ആറ്റം എടുത്തിട്ടുണ്ട്. വൺനെസ് രണ്ട് ആറ്റം എടുക്കുക. രണ്ട് ആറ്റത്തിൻ്റെ അവിടെ ഇലിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ലെറ്റ് us consider the combination of two oneness orbital. രണ്ട് ആറ്റത്തിൻ്റെ വൺനെസ് ഓർബിറ്റൽ എടുക്കുക. They can combine by addition to form the bonding molecular orbital. അതിനെ നമുക്ക് സിഗ്മ വൺനെസ് എന്ന് എഴുതാം. ആൻഡ് combine by subtraction to form anti bonding molecular orbital. സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ആൻറ്റി ബോണ്ടിങ് ആണെങ്കിൽ അതിനെ നമുക്ക് സിഗ്മ സ്റ്റാർ വൺനെസ് എന്നും എഴുതാം. അതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തെ കേസിൽ എന്താണ്, ആൻ ഇൻക്രീസ് ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിയേ ഡ്യൂറിങ് കോമ്പിനേഷൻ ഓഫ് അഡീഷൻ നടക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്, അവിടെയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി രണ്ട് ന്യൂക്ലിയസിനും ഇടയിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. എന്നാൽ സബ്സ്ട്രാക്ഷൻ നടക്കാൻ നേരത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി ബിറ്റ്വീൻ ടു ന്യൂക്ലിയേ എന്ന് പറയുന്നത് ഡിക്രീസസ്, അതായത് കുറവായിരിക്കും. രണ്ട് ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഫസ്റ്റ് ഫിഗറിൽ, അതായത് ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് സിഗ്മ വൺനെസ് മോളിക്കുലർ ഓർബിറ്റലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ ആ ഡാർക്ക് രണ്ട് ബ്ലാക്ക് സെൻറ്ററിൽ രണ്ട് ഡാർക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈ രണ്ട് ന്യൂക്ലിയസിനിടയിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഹൈ ആയിരിക്കും. പക്ഷേ രണ്ടാമത്തെ കേസിൽ അവ ഡിസ്ട്രക്റ്റീവ് എഫക്റ്റാണ് അവിടെ, അല്ലെങ്കിൽ അത് സബ്സ്ട്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുമ്പോൾ രണ്ട് ന്യൂക്ലിയസിനിടയിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. അതാണ് ആ രണ്ടാമത്തെ ഫിഗറിൽ. ഇത് ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ. അപ്പം ഇതിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ആറ്റത്തിൻ്റെ വൺനെസ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ടുണ്ട്. അഡീഷൻ വഴിയാണെങ്കിൽ ബോണ്ടിങ്, അതിനെ നമുക്ക് സിഗ്മ വൺനെസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സിഗ്മ ഈ കാണിച്ചിരിക്കുന്നതിനെ നമുക്ക് സിഗ്മ വൺനെസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സിഗ്മ വൺനെസ് ഇതിനെ നമുക്ക് സിഗ്മ സ്റ്റാർ വൺനെസ്, അതായത് സ്റ്റാർ ഇട്ട് എഴുതുന്നതിനൊക്കെ നമുക്ക് ആൻറ്റി ബോണ്ടിങ് എന്നും അല്ലാതെ എഴുതുന്നതിനെ നമുക്ക് ബോണ്ടിങ് എന്നും പറയാം. അതുപോലെ ബോണ്ടിങ് ഓർബിറ്റൽസിൻ്റെ എനർജി എപ്പോഴും ആൻറ്റി ബോണ്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആയിരിക്കും. ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജി ആയിരിക്കും എപ്പോഴും കൂടുതൽ. ഓക്കെ,
ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത് ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളും ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യാനുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റൽസ് പരസ്പരം കമ്പൈൻ ചെയ്ത് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. നമുക്ക് തോന്നിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസിന് കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ കമ്പൈൻ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യാൻ നേരത്ത് ഈ എടുക്കുന്ന അറ്റോമിക് ഓർബിറ്റൽസിന് എങ്ങനെ നിയർലി ഈക്വൽ എനർജി ആയിരിക്കണം, അതുപോലെ തന്നെ സെയിം സിമിട്രി, അതുപോലെ തന്നെ സിമിട്രിയുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പം നമ്മളൊരു 2px ഓർബിറ്റൽ, നമുക്കറിയാം പി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ px ഉണ്ട്, py ഉണ്ട്, pz ഉണ്ട്. അപ്പം 2px ഓർബിറ്റൽ, ഒരു ആറ്റത്തിൻ്റെ 2px ഓർബിറ്റൽ എടുക്കുവാണെങ്കിൽ അത് മറ്റേ ആറ്റത്തിൻ്റെ 2px ഓർബിറ്റലുമായിട്ട് മാത്രമേ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് 2pz ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സിമിട്രിയുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൻ്റെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെയും ഡിഫറൻസ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ടെസ്റ്റിലും ഡീറ്റെയിൽഡ് ആയിട്ട് കോളം വരച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ബോണ്ടിങ് മോളിക്കുലർ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അറ്റോമിക് ഓർബിറ്റൽസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഇപ്പം 1s ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ അത് 1s ഓർബിറ്റലുമായിട്ട് വേറെ അടുത്ത ആറ്റത്തിൻ്റെ 1s ഓർബിറ്റലുമായിട്ട് തന്നെ കമ്പൈൻ ചെയ്യണം. 2s ആണ് എടുക്കുന്നതെങ്കിൽ 2s അറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിൽ രണ്ട് ആറ്റത്തിൻ്റെ 2s അറ്റോമിക് ഓർബിറ്റൽസ് തന്നെ കമ്പൈൻ ചെയ്യണം. അത് എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അഡീഷൻ നടത്താം അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ നടത്താം. അഡീഷൻ വഴി കിട്ടുന്നതിനെ നമ്മൾ ബോണ്ടിങ് എന്ന് പറയും, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ ആൻറ്റി ബോണ്ടിങ് എന്ന് പറയും. സ്റ്റാർ ഇട്ടിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിലുള്ള ഓരോ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. For homogeneous diatomic molecule, 1s atomic orbital of one atom can combine with 1s atomic orbital of another atom. മനസ്സിലായോ? ഒരു ആറ്റത്തിൻ്റെ 1s അറ്റോമിക് ഓർബിറ്റലും മറ്റേ ആറ്റത്തിൻ്റെ 1s അറ്റോമിക് ഓർബിറ്റലുമായിട്ട് തന്നെ കമ്പൈൻ ചെയ്യണം. അതുപോലെ തന്നെ 2s എടുക്കുകയാണെങ്കിൽ 2s ഓർബിറ്റൽ ക്യാൻ കമ്പൈൻ വിത്ത് 2s അറ്റോമിക് ഓർബിറ്റൽ ഓഫ് അനദർ ആറ്റം. അതുപോലെ 2p എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരാറ്റത്തിൻ്റെ 2p ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ അത് അടുത്ത ആറ്റത്തിൻ്റെ 2p ഓർബിറ്റലുമായിട്ട് മാത്രം. ഇപ്പോൾ 2px ആണെങ്കിൽ 2pxുമായിട്ട് തന്നെ ഓവർലാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യണം. സോ കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ് മസ്റ്റ് ഹാവ് എ പ്രോപ്പർ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു സെയിം സിമിട്രി ആയിരിക്കണം, നിയർലി ഈക്വൽ എനർജി ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർ ഓറിയൻറ്റേഷൻ ആയിരിക്കണം. ദാറ്റ് ഈസ് സെയിം സിമിട്രി അബൌട്ട് ദി മോളിക്കുലർ ആക്സിസ്. അതാണ് ഞാൻ പറഞ്ഞ പോയിൻറ്റ്. ദ കമ്പൈനിങ് ആറ്റോമിക് ഓർബിറ്റൽസ് മസ്റ്റ് ഹാവ് ദ സെയിം സിമിട്രി അബൌട്ട് ദി മോളിക്കുലർ ആക്സിസ്. പിന്നെ പറഞ്ഞിരിക്കുന്ന തന്നെ എക്സാമ്പിൾസ് ആണ്. നമ്മളിപ്പം ടേക്കിംഗ് 2 ആക്സിസ് ആസ് ദ മോളിക്കുലർ ആക്സിസ് 2pz. അപ്പം നമുക്കറിയാം 2p ഓർബിറ്റൽസ് എടുക്കുവാണെങ്കിൽ 2px ഉണ്ട്, 2py ഉണ്ട്, 2pz ഉണ്ട്. ഇതിൽ 2pz ഓർബിറ്റൽ ഓഫ് വൺ ആറ്റം ക്യാൻ കമ്പൈൻ വിത്ത് 2pz ഓഫ് അനദർ ആറ്റം ബട്ട് നോട്ട് വിത്ത് 2px ഓർ 2py ഓർബിറ്റൽ ബിക്കോസ് ഓഫ് ദെയർ ഡിഫറെൻറ്റ് സിമിട്രി. അപ്പം സിമിട്രി ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. 2pz എന്ന് പറയുന്നത് 2pzുമായിട്ട് മാത്രമേ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 2pzും തമ്മിൽ അഡീഷൻ നടത്തുമ്പോൾ കിട്ടുന്നതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അതിനെ നമ്മൾ സിഗ്മ 2pz എന്ന് പറയും. സബ്സ്ട്രാക്ഷൻ വഴി നടത്തുമ്പോൾ കിട്ടുന്ന ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനെ നമ്മൾ സിഗ്മ സ്റ്റാർ 2pz എന്നും പറയും. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 2s അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് സിഗ്മ 2s എന്നും, അതുപോലെ തന്നെ അത് സിഗ്മ 2s ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും സിഗ്മ സ്റ്റാർ 2s ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസുമാണ്. p ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഞാനിപ്പം പറഞ്ഞത് 2pzുമായിട്ട് തന്നെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് സിഗ്മ 2pzും ആൻറ്റി ബോണ്ടിങ് ആണെങ്കിൽ സിഗ്മ സ്റ്റാർ
2p z ഓർബിറ്റൽസും ആയിരിക്കും. അപ്പം ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ സിമ്പലാണ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് സിഗ്മ, പൈ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ആൻറ്റി ബോണ്ടിങ് ആണെങ്കിൽ അതിനൊക്കെ നമ്മൾ മേളിൽ സ്റ്റാർ ഇട്ട് കൊടുക്കും. സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ oneness atomic orbital of two atoms combine to form two molecular orbitals labeled as sigma 1s and sigma star 1s. ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്. 2s ഓർബിറ്റൽ ആണെങ്കിൽ സിഗ്മ 2s ആൻഡ് സിഗ്മ സ്റ്റാർ 2s. അതാണ് അതിൻ്റെ ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും. ഓക്കെ, ഇനി കോമ്പിനേഷൻ ഓഫ് 2px ഓർ 2py അറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിൽ 2px ഓർബിറ്റൽസും 2py അറ്റോമിക് ഓർബിറ്റൽസും കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് 2px എന്ന് പറയുമ്പോൾ രണ്ട് 2px ആയിരിക്കണം. എടുക്കുന്ന രണ്ട് ആറ്റത്തിൻ്റെയും 2px ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് പൈ 2pxും അതുപോലെ തന്നെ പൈ 2pyയുമാണ്. അതിൽ സ്റ്റാർ ഇട്ട് എഴുതുമ്പോൾ നമുക്ക് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും കിട്ടും. കോമ്പിനേഷൻ ഓഫ് 2px ഓർ 2py അറ്റോമിക് ഓർബിറ്റൽസ് ടു ഫോം പൈ 2px ആൻഡ് പൈ സ്റ്റാർ 2px ഓർ പൈ 2py ആൻഡ് പൈ സ്റ്റാർ 2py മോളിക്കുലർ ഓർബിറ്റൽസ്. ഇതിൽ സ്റ്റാർ ഇട്ട് എഴുതുന്നതൊക്കെ ആൻറ്റി ബോണ്ടിങ്ങും അല്ലാതെ എഴുതുന്നതാണ് ബോണ്ടിങ് ഓർബിറ്റൽസും. So filling of electrons in molecular orbitals occurs according to half-bar principle, Pauli's exclusion principle and Hunt's rule. നമുക്കറിയാം ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു നമ്മൾ പഠിച്ച റൂൾസ് വെച്ചിട്ടുണ്ട്. ഹാഫ് ബാർ പ്രിൻസിപ്പിൾ, അതുപോലെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മോളിക്കുലർ ഓർബിറ്റൽസിൽ ഇലക്ട്രോണിൻ്റെ ഫില്ലിങ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് കമ്പൈനിങ് ഓർബിറ്റൽസ്. മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് കമ്പൈനിങ് ഓർബിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതുപോലെ പ്രസൻസ് ഓഫ് വൺ ഓർ മോർ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ഷോ പാരാമാഗ്നറ്റിക് നേച്ചർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാവിങ് ഓൾ ദി ഇലക്ട്രോൺ പെയർസ് സജസ്റ്റഡ് ഇറ്റ്സ് ഡയാമാഗ്നറ്റിക് നേച്ചർ. അതുപോലെ പാരാമാഗ്നറ്റിക് നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്കിത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ബോണ്ട് ഓർഡർ, അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, എനർജി ലെവൽ ഡയഗ്രാം ഒക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിനു മുന്നേ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതിൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതെന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യമേ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നേരത്ത് അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മളതിന് പാരാമാഗ്നറ്റിക് നേച്ചർ എന്നും, അതുപോലെ തന്നെ പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മളതിന് ഡയാമാഗ്നറ്റിക് നേച്ചർ എന്നും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനുണ്ട്. ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബോണ്ട് ഓർഡർ ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. ഇതിൽ എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, എൻ എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. സോ ബോണ്ട് ഓർഡറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിൻ്റെ പകുതി എടുക്കുന്നതാണ് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ. സോ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ് ഹാഫ് ഇൻറ്റു എൻ പി മൈനസ് എൻ എ എന്ന് പറയുന്നത്. സോ ഇഫ് ബോണ്ട് ഓർഡർ ഈസ് മോർ ദാൻ 0 ദ മോളിക്യൂൾ അഥവാ അയോൺ എക്സിസ്റ്റ്, അതർവൈസ് നോട്ട്. അതാണ് ആ ഒരു ബോണ്ട് ഓർഡർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞു. പിന്നെയുള്ളത് ബോണ്ട് ഡിസോസിയേഷൻ എനർജി, അതായത് ബോണ്ട് ഓർഡർ ഹയർ ബോണ്ട് ഓർഡർ ആണ് ഉള്ളതെങ്കിൽ
അവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും ഹയർ ആയിരിക്കും. ഹയർ ദി ബോണ്ട് ഓർഡർ, ഹയർ ഈസ് ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഇനി നമുക്ക് ബോണ്ട് ഓർഡർ വെച്ചിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെ പറയാൻ പറ്റും? ദ റിലേറ്റീവ് നമ്പർ ഓഫ് ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി. അതായത് ഇഫ് എൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ എൻ എ, അതായത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ദ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. ഇഫ് എൻ ബി ഈസ് ലെസ് ദാൻ എൻ എ, എൻ ബി ലെസ് ദാൻ എൻ എ ആണെങ്കിൽ ദ മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ. ഇഫ് എൻ ബി ഈസ് ഈക്വൽ ടു എൻ എ ആണെങ്കിൽ ദ മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ. സോ എൻ ബിയും എൻ എ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്പർ ഓഫ് ബോണ്ടിങ് മോളിക്കുലർ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആണ് എൻ ബി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് എൻ എ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മോളിക്യൂൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബോണ്ട് ഓർഡർ ഹൈ ആണെങ്കിൽ എന്താ, ബോണ്ട് ലെങ്ത് ഷോർട്ടായിരിക്കും. സോ ഹയർ ദി ബോണ്ട് ഓർഡർ ഷോർട്ടർ ഈസ് ദ ബോണ്ട് ലെങ്ത്. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ എന്തായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ ഈസ് അൺപെയർഡ് ആയിരിക്കണം. ഡയാമാഗ്നറ്റിക് ആയിരിക്കണമെങ്കിൽ ഇലക്ട്രോൺസ് പെയർഡ് ആയിരിക്കണം. അതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്. ഇനി എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നോക്കാം. ഓക്കെ, എനിക്ക് എനർജി ലെവൽ ഡയഗ്രാം ഓഫ് മോളിക്കുലർ ഓർബിറ്റലാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഫോർ ഡയാറ്റോമിക് ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് സച്ച് ആസ് ലിഥിയം Li2 അങ്ങനെയുള്ള മോളിക്യൂൾസിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2s and 2p orbital is larger and hence they cannot interact. സോ അതിൻ്റെ ഒരു എനർജി ലെവൽ ഡയഗ്രാം, അല്ലെങ്കിൽ നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ആ ഒരു കോൺഫിഗറേഷൻ്റെ ഇതാണ് എഴുതിയിരിക്കുന്നത്. അതായത് അപ് ടു N2 മോളിക്യൂൾ വരെയുള്ള ഇപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. അപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ വരെയുള്ള മോളിക്യൂൾസിൻ്റെ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ആദ്യമേ അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അത് കഴിഞ്ഞിട്ട് പൈ 2px ഇസ് ഇക്വൽ ടു പൈ 2py, സിഗ്മ 2pz. പിന്നെ പൈ സ്റ്റാർ 2px ഇസ് ഇക്വൽ ടു പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. സോ ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് N2 മോളിക്യൂൾ വരെയുള്ള മോളിക്യൂൾസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് N2-ന് എബവ് N2 മോളിക്യൂൾസ് ആണെങ്കിൽ അതിൽ ഈ ഒരു ഓർഡറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതൊന്ന് ചേഞ്ച് എന്ന് വെച്ചാൽ അതെ വരുന്നത് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അതുവരെ കറക്റ്റാണ്. പിന്നെ വരുന്നത് സിഗ്മ 2pz. അത് കഴിഞ്ഞിട്ടാണ് പൈ 2px ഇസ് ഈക്വൽ ടു പൈ 2py, പൈ സ്റ്റാർ 2px ഇസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇങ്ങനെയാണ് എബവ് N2 മോളിക്യൂൾസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾക്കത് എക്സാമ്പിൾസ് ചെയ്യാൻ നേരത്ത് കൂടുതലും മനസ്സിലാകും എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. എക്സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവും. അതിൽ നിന്ന് നമുക്ക് ബോണ്ട് ഓർഡറും അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്ലൈഡിൽ O2 അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഒരു എനർജി ലെവൽ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നോർമലി ഓക്സിജൻ മോളിക്യൂൾ എടുക്കുമ്പോൾ എത്രയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, ഓക്സിജൻ മോളിക്യൂളാണ്, അതായത് O2 മോളിക്യൂളാണ് എടുക്കുന്നത്. സോ O2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരേണ്ടത്? 16 വരേണ്ടത്. O2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 16 ആണ് വരേണ്ടത്. 2 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് O2 ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് 16 അവിടുത്തെ എന്താ ഇലക്ട്രോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ 16 വെച്ചിട്ട് 16 ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന്, മോളിക്കുലർ ഓർബിറ്റൽസിൽ 16 ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് ആദ്യമേ എഴുതണം. അതായത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യമേ നമ്മൾ എഴുതണം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് ഞാൻ രണ്ടാമത് പറഞ്ഞ ഓർഡർ വെച്ചിട്ടാണ്.
എബോവ് N2 മോളിക്യൂൾസിന് വരുന്ന ഒരു ഓർഡർ ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. പിന്നെ നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഷെല്ലിലും അല്ലെങ്കിൽ ഓരോ മോളിക്കുലർ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺസാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആഫ്ബ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? 2 ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ആദ്യമേ ലോവർ എനർജി ഓർബിറ്റൽസിൽ നിന്ന് ഹയർ എനർജി ഓർബിറ്റൽസ് അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഓക്സിജൻ്റെ 2 1s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 അതാണ്. അപ്പം 2 ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യമേ എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് ഞാൻ കാണിച്ചു തരാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2, അത് കഴിഞ്ഞിട്ട് സിഗ്മ 2s2, അത് ആ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതണം. സിഗ്മ 2s2, അത് കഴിഞ്ഞാൽ പിന്നെ സിഗ്മ സ്റ്റാർ 2s2. ഈ രീതിയിൽ 16 ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം ഞാനതൊന്ന് വായിക്കാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. അത് കഴിഞ്ഞിട്ട് ഏതാണ്? സിഗ്മ ഏത് ഓർബിറ്റലാണ് എടുക്കേണ്ടത്? സിഗ്മ 2p z², ആ ഓർബിറ്റലാണ് ആദ്യമേ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് പൈ 2p x² പൈ 2p y². ഈ ഓർബിറ്റൽസാണ്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏത് ഓർബിറ്റൽസ് വരുന്നത്? പൈ സ്റ്റാർ വരുന്നത് അല്ലേ? അപ്പം പൈ സ്റ്റാറിൻ്റെ എഴുതുമ്പോൾ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py എന്നാണ്. പക്ഷെ നമുക്ക് ഇതിൽ 2 ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്യാനില്ല. അതുകൊണ്ട് ഓരോന്നിലും ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഞാൻ ഒന്നും കൂടെ വായിക്കാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ 2p z² പൈ 2p x² പൈ 2p y² പൈ സ്റ്റാർ 2p x1 പൈ സ്റ്റാർ 2p y1. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. 16 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് ബോണ്ടിങ് ഇലക്ട്രോൺസ് കാണാം, ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് കാണാം അല്ലേ? സോ അങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കിട്ടും. അതിൽ നിന്നും നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ എനർജി ലെവൽ ഡയഗ്രാം നിങ്ങൾ നോക്കുക. ആദ്യം 2 1s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് സിഗ്മ 1s ഉണ്ടായി, സിഗ്മ സ്റ്റാർ 1s വന്നു അല്ലേ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ 2s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s, അതിലൊക്കെ 2 ഇലക്ട്രോൺസാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ 2p ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് 2pയിൽ ഇലക്ട്രോൺസ് വരുന്നത് എങ്ങനെയാണ്? 2pയിൽ 4 ഇലക്ട്രോൺസാണ് വരുന്നത് അല്ലേ? സോ ആ 4 ഇലക്ട്രോൺസ് 2 2pയിൽ കാണിക്കുക. 2px ഉണ്ട്, 2py ഉണ്ട്, 2pz ഉണ്ട്. അപ്പോൾ ആദ്യമേ ഏത് ഓർബിറ്റലാണ് വരേണ്ടത്? സിഗ്മ 2pz ആണ് ആദ്യമേ വരേണ്ടത്. സിഗ്മ 2pzൽ ആദ്യമേ 2 ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റലിൽ നിന്നും 2 ഇലക്ട്രോൺസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ ലോവർ എനർജിയാണ്, അതുകൊണ്ടാണ് അത് താഴെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് സിഗ്മ 2pz കഴിഞ്ഞിട്ട് പൈ 2pxും പൈ 2pyയും വേണം കാണിക്കാൻ. സോ അത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. അപ്പോൾ അത് ആദ്യമേ ഫില്ല് ചെയ്യുക. അത് 2 വെച്ചിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ വരുന്നത് നമ്മുടെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. അത് പൈ സ്റ്റാർ 2pxും ഉണ്ട്, പൈ സ്റ്റാർ 2pyയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സിഗ്മ സ്റ്റാർ 2pz ഉണ്ട്, പക്ഷെ അതിൽ ഫില്ല് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല. മറ്റേ പൈ സ്റ്റാർ 2pxലും പൈ സ്റ്റാർ 2pyയിലും വരുമ്പോൾ തന്നെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കഴിയും. ടോട്ടൽ എല്ലാ ഇലക്ട്രോൺസ് നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി, തീരും. അതുകൊണ്ട് സിഗ്മ സ്റ്റാർ 2pzലോട്ട് ഫില്ല് ചെയ്യാൻ ഇലക്ട്രോൺസ് ഇല്ല. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഫില്ലിങ് നടക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞു. ഹാഫ് എങ്ങനെയാണ്?
ഹാഫ് എൻ ബി മൈനസ് എൻ എ, അതായത് ബോണ്ടിങ് ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം മൈനസ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ആണ് വരുന്നത്. അതിൻ്റെ അപ്പോൾ എൻ ബി മൈനസ് എൻ എ ബൈ 2 ചെയ്യുമ്പോഴാണ് ബോണ്ട് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബോണ്ടിങ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കേണ്ടത്? സ്റ്റാർ ഇടാത്ത ഓർബിറ്റൽസ് ആണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ അത് നമ്മൾ എണ്ണിയെടുക്കണം. എങ്ങനെ എടുക്കാം? ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, പിന്നെ ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2 2 4, പിന്നെ ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, 6 വന്നു, പിന്നെ ഇവിടെ 4 ഇലക്ട്രോൺസും ഉണ്ട്. അപ്പം ഇല്ലേ, തെറ്റിപ്പോകാതെ എണ്ണി എടുക്കണം. ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 2 ഇലക്ട്രോൺസ്, 2ഉം 2ഉം 4ആയി, പിന്നെ ഇവിടെ 2 ഇലക്ട്രോൺസ്, അപ്പം എത്രയായി? ഓക്കെ, അവിടെ 2 ഇലക്ട്രോൺസ് വരുമ്പോൾ 6 ആകും, പിന്നെ 6 4 10. അതാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അതായത് സ്റ്റാർ ഇടാത്ത ഓർബിറ്റൽസ് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ ഈ 1s ഒക്കെ എപ്പോഴും ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും കോമൺ ആയിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. 2s ഓർബിറ്റൽസ് വെച്ച് മാത്രം നമുക്ക് എടുത്താലും മതി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2s ഓർബിറ്റൽസ് മാത്രം വെച്ചിട്ടാണെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ മുതൽ എണ്ണിയാലും മതി. 2sൽ 2 ഇലക്ട്രോൺസ്, സിഗ്മ 2sൽ 2 ഇലക്ട്രോൺസ്, സിഗ്മ 2p ഇസഡിൽ അല്ലേ, സിഗ്മ 2p ഇസഡിൽ 2 ഇലക്ട്രോൺസ്, അപ്പം 2 2 4ആയി. ഇവിടെ 2 ഇലക്ട്രോൺസ്, പൈ 2p എക്സിൽ 2 ഇലക്ട്രോൺസ്, 6 ഇവിടെയും, പൈ 2p വൈയിലും 2 ഇലക്ട്രോൺസ്, 2, അങ്ങനെ 6 2 8. അതാണ് 8 ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് 8 കാണിച്ചിരിക്കുന്നത്, മൈനസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഇവിടെ നോക്കുക, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ മേളിലത്തെ ഓർബിറ്റൽസ്, ഇവിടെ 2 എണ്ണം, അതുപോലെ തന്നെ ഇവിടെ 2 എണ്ണം, അപ്പം 4. അപ്പോൾ 8 - 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ 2 എന്ന് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നേച്ചർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്ന കാണാം അല്ലേ. അപ്പം എന്തു പറയാം, അൺപെയ്ഡ് ഇലക്ട്രോൺസ് വന്നതുകൊണ്ട് ഇതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ നേച്ചർ ആയിരിക്കും? അൺപെയ്ഡ് ഇലക്ട്രോൺസ് വന്നതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിസം ആണെന്ന് പറയാം. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ പെയർഡ് ഇലക്ട്രോൺസ് വരണം. ഇവിടെ പൈ സ്റ്റാർ 2p എക്സിലും പൈ സ്റ്റാർ 2p വൈ ഓർബിറ്റൽസിലും എന്തുണ്ട്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിസം ആണ് കാണിക്കുന്നതെന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ O2 മോളിക്യൂളിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ഡയഗ്രാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് O2 പ്ലസ് അയോണും O2 മൈനസ് അയോണിൻ്റെയും അതുപോലെ തന്നെ O2 2- അയോണിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഇവിടെ എടുത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. O2 പ്ലസ് അയോൺ എന്ന് പറയുമ്പോൾ O2 മോളിക്യൂള് 16 ആയിരുന്നു. O2 പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ലോസ് ചെയ്ത് പോകണം, നഷ്ടപ്പെട്ടു പോകണം. അപ്പം അതിനനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നേരത്ത് വ്യത്യാസം വരും. അപ്പോൾ ആദ്യമേ എഴുതിയിരുന്ന ലാസ്റ്റ് നമ്മൾ പൈ സ്റ്റാർ 2p വൈ 1 എന്നും പറഞ്ഞാണ് അവസാനിപ്പിച്ചത് അല്ലേ, O2 മോളിക്യൂളിൽ. അപ്പോൾ 2p വൈ 1ൽ എന്ത് വരത്തില്ല? O2 പ്ലസ് അയോണിൻ്റെ കേസിൽ പൈ സ്റ്റാർ 2p വൈയിലോട്ട് ഇലക്ട്രോൺസ് പോകുന്നില്ല. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എവിടം വരെ ഉണ്ടാകത്തുള്ളൂ? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2p z സ്ക്വയർ, പൈ 2p x സ്ക്വയർ ഇസ് ഇക്വൽ ടു പൈ 2p y സ്ക്വയർ, പൈ സ്റ്റാർ 2p x1 ഇസ് ഇക്വൽ ടു പൈ സ്റ്റാർ 2p y. 2p വൈയിൽ എന്തില്ല? പൈ സ്റ്റാർ 2p വൈയിലോട്ട് ഇലക്ട്രോൺസ് ഇല്ല. പൈ സ്റ്റാർ 2p x1 വെച്ചിട്ട് അവിടെ നിർത്തണം. എന്നിട്ട് നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. അപ്പോൾ 1/2 × 8 - 3 ഇസ് ഇക്വൽ ടു 2.5 എന്നാണ് ബോണ്ട് ഓർഡർ കിട്ടുന്നത്. പിന്നെ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വന്നത് കൊണ്ട് ഇതെന്താ? പാരാമാഗ്നറ്റിക് നേച്ചറാണെന്ന് പറയാം. അതുപോലെ O2 മൈനസ് അയോൺ എടുക്കുകയാണെങ്കിൽ O2 മൈനസ് അയോൺ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ കിട്ടുവാണ്. അപ്പോൾ 16 + 1 17 ഇലക്ട്രോൺസ് വരും. അപ്പം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നേരത്ത് എന്ത് ചേഞ്ച് വരും? അവസാനം എഴുതിയ പൈ സ്റ്റാർ 2p x
1 പകരം പൈ സ്റ്റാർ 2p(x²) എന്ന് വരും. എക്സിൽ 2 ഇലക്ട്രോൺസ് വരും. പൈ സ്റ്റാർ 2p(x²) എന്ന് വരും. അത് നിങ്ങൾ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുക, ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങളത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബോണ്ട് ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1.5 എന്ന് കിട്ടും. 2.5 അല്ല 1.5 എന്ന് കിട്ടും. സോ ഇതൊരു പാരാമാഗ്നറ്റിക് നേച്ചറാണ്. കാരണം അവിടെ എന്തുണ്ട്, പൈ സ്റ്റാർ 2p(y1) ഉണ്ട് അവിടെ. അതുകൊണ്ട് പാരാമാഗ്നറ്റിക്, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആണ്. ഇനിയുള്ളത് O2 2- അയോൺ ആണ്. O2 2- അയോണിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺസിന് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പം 18 ഇലക്ട്രോൺസ് ആണ് അവിടെ ടോട്ടൽ വരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറേഞ്ച് ചെയ്യുക. അപ്പം അവിടെ എല്ലാം പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കിട്ടുന്നത്. ലാസ്റ്റ് എഴുതുന്ന പൈ സ്റ്റാർ 2p(x2) = പൈ സ്റ്റാർ 2p(y2) എന്ന് വരും. സോ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ എല്ലാം പെയ്ഡ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട്, അതായത് ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഡയാമാഗ്നറ്റിക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് നമുക്ക് ഇതിപ്പോൾ പറഞ്ഞതെല്ലാം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോമോജീനിയസ് ഡയോട്ടമിക് മോളിക്യൂൾസിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഹെട്രോന്യൂക്ലിയർ ഡയോട്ടമിക് മോളിക്യൂൾസിനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. അത് 3 എക്സാമ്പിൾ: കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ NO മോളിക്യൂൾ, ഹൈഡ്രജൻ ഫ്ലൂയിഡ്, HF മോളിക്യൂൾ. ഇത്രയും കോമ്പൗണ്ട്സിൻ്റെയാണ് നമുക്ക് ഹെട്രോന്യൂക്ലിയർ ഡയോട്ടമിക് മോളിക്യൂൾസിൻ്റെത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഹെട്രോന്യൂക്ലിയർ ഡയോട്ടമിക് മോളിക്യൂൾസിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കാർബണും ഓക്സിജനും ഉണ്ട്. കാർബൺ ആറ്റം ഹാസ് 6 ഇലക്ട്രോൺ ആൻഡ് ഓക്സിജൻ ആറ്റം ഹാസ് 8 ഇലക്ട്രോൺസ്. സോ ദ കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾസ് കണ്ടെയ്ൻ 14 ഇലക്ട്രോൺസ്. 14 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് N2 മോളിക്യൂൾസ്. സോ ഇൻ ദിസ് കേസ് നമ്മൾ എടുക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അപ് ടു N2-ന് വേണ്ടിയിട്ട് നമ്മളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ നമ്മൾ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് അപ് ടു N2 മോളിക്യൂൾസിന് വരെ ഉള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ഇത് എഴുതാൻ നേരത്ത് നമുക്ക് ടോട്ടൽ 14 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ σ1s2, നിങ്ങളതും ആ ഫിഗറും കൂടെ ഒന്ന് നോക്കുക. σ*1s2, σ1sഉം σ*1s2ഉം നമ്മുടെ ഫിഗറിൽ കാണിച്ചിട്ടില്ല. σ2s മുതലേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മുതൽ നിങ്ങൾ എഴുതിയാൽ മതി. σ2s2, σ*2s2. ഇപ്പോൾ 2s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് കാർബണിൻ്റെയും ഓക്സിജൻ്റെയും 2s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് σ2sഉം σ*2sഉം വന്നു. ആദ്യമേ നമ്മൾ σ2sൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തതിന് ശേഷം σ*2sലോട്ട് ഇലക്ട്രോൺസിനെ കൊടുക്കുക. അത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് 2p ഓർബിറ്റൽസിലോട്ട് പോകാം. അപ്പം 2p ഓർബിറ്റൽസിലോട്ട് വരുമ്പോൾ ആദ്യമേ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പൈ 2p(x)ഉം പൈ 2p(y)യും ആണ് ആദ്യമേ ഫില്ല് ചെയ്യേണ്ടത്, ലോവർ എനർജി ലെവൽസ്. അപ്പം 2ലും 2 ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്യുക. പൈ 2p(x²) = പൈ 2p(y²). അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് σ2pz. σ2pzലും 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. അത് വെച്ച് അത്രയും ആകുമ്പോൾ തന്നെയും 14 ഇലക്ട്രോൺസ് ആയി. ഇനി മുകളിലോട്ട് ആൻറ്റിബോണ്ടിങ്ങിൽ കൊടുക്കാനുള്ള ഇലക്ട്രോൺസ് അവിടെ ഇല്ല. അപ്പോൾ അത് നമ്മൾ വേക്കൻ്റ് ആയിട്ട് തന്നെ നിർത്തുക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിനെ എണ്ണിയെടുക്കുക മൈനസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിനെ എണ്ണിയെടുക്കുക. സ്റ്റാർ ഇട്ട് എഴുതിയിരിക്കുന്നതാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്, ഹയർ എനർജി ലെവൽസ്. അല്ലാതെ എഴുതിയിരിക്കുന്നത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ നമ്മൾ എനർജി എഴുതുമ്പോൾ 12 × 8 - 2 ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 3 എന്ന് ആണ് നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടുന്നത്. 3 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു 3 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിൾ ബോണ്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് 3 എന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഇവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് ഇവിടെ എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇറ്റ് ഈസ് എ ഡയാമാഗ്നറ്റിക് ആണ്. ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് നമുക്ക് മനസ്സിലാകും.
സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. അപ്പം നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റ് വെച്ച് വായിച്ച് മനസ്സിലാക്കാൻ നോക്കുക. അടുത്ത എക്സാമ്പിൾ NO മോളിക്യൂളാണ്. ഓക്കെ, NO മോളിക്യൂളാണ് അടുത്ത എക്സാമ്പിൾ. സോ നൈട്രജൻ ഓക്സൈഡ് മോളിക്യൂളിൻ്റെയാണ്. ഇവിടെ നമുക്കറിയാം നൈട്രജൻ ആറ്റം ഹാസ് 7 ഇലക്ട്രോൺ ആൻഡ് ഓക്സിജൻ ആറ്റം ഹാസ് 8 ഇലക്ട്രോൺ. സോ മേക്കിംഗ് 15 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ NO മോളിക്യൂളിലുള്ളത്. So the order of energy levels of various molecular orbitals are the same as for homonuclear diatomic molecules heavier than C2. അതായത് ഞാൻ പറഞ്ഞു എബവ് N2 മോളിക്യൂൾസിന് എടുക്കുന്ന ഒരു ഓർഡർ ഉണ്ട് അല്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഒരു ഓർഡർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതിലെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം. 15 ഇലക്ട്രോൺസിന് നമ്മൾ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഫില്ല് ചെയ്യാൻ നേരത്ത് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെ വരുന്നത് സിഗ്മ 2p z² ആണ് ആദ്യമേ വരുന്നത്. പിന്നെ പൈ 2p x² ഇസ് ഇക്വൽ ടു പൈ 2p y². ലാസ്റ്റ് പൈ സ്റ്റാർ 2p x1 അല്ലേ. അത് കഴിഞ്ഞിട്ട് പൈ സ്റ്റാർ 2p x1 ആണ് വരുന്നത്. അത്രയും വെച്ചിട്ട് തന്നെ അവിടെ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആവും. പിന്നെ അതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2½ എന്ന് കിട്ടും. സോ ബോണ്ട് ഓർഡർ 2½ എന്നാണ്. അതുപോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് എന്താണ് ഇത് ഡയാമാഗ്നറ്റിക് അല്ല, ആസ് ഇറ്റ് കണ്ടെയ്ൻസ് ഇത് നമുക്ക് പറയാം അല്ലേ, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത്. NO മോളിക്യൂളിൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ NO+, അതായത് NO+ അയോണിൻ്റെ കേസിലോട്ട് പോവുകയാണെങ്കിൽ, so the bond in NO+ is shorter and stronger than that in NO. As it contains no unpaired electron, it is diamagnetic. അപ്പം ഇവിടെ നമുക്ക് NO+ൻ്റെയും NO-ൻ്റെയും കേസ് കൂടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ NO മോളിക്യൂളിൻ്റെ എഴുതുക. അത് വെച്ചിട്ട് നമ്മൾ NO+ അയോണിൻ്റെ കേസും NO- അയോണിൻ്റെ കേസും നിങ്ങൾ എഴുതി നോക്കുക. NO- അയോൺ ആണെങ്കിൽ അവിടെ എന്താണ് ഒരു ഇലക്ട്രോൺസ് എക്സ്ട്രാ കിട്ടും. സോ അയോൺ കണ്ടെയ്ൻസ് 16 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് 16 ഇലക്ട്രോൺസ് വരുമ്പോൾ ഒരു ഇലക്ട്രോൺസും കൂടെ അഡീഷണൽ വരുന്നതുകൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ പൈ സ്റ്റാർ 2p x1 ഇസ് ഇക്വൽ ടു പൈ സ്റ്റാർ 2p y1 എന്നും കൂടെ അതിൽ അഡീഷണൽ ആയിട്ട് പൈ സ്റ്റാർ 2p y1 കൂടെ വരും. അപ്പോൾ ബോണ്ട് ഓർഡർ 2 കിട്ടും. അതുപോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് എന്താണ് പാരാമാഗ്നറ്റിക് ആണെന്ന് പറയാം. സോ ബോണ്ട് ഓർഡർ 2 ആയതുകൊണ്ട് നമുക്ക് അതിനകത്തുള്ളത് ഡബിൾ ബോണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് നമുക്ക് HF മോളിക്യൂളിൻ്റെ എനർജി ലെവൽ ഡയഗ്രാമാണ് പഠിക്കാനുള്ളത്. നമുക്ക് HF മോളിക്യൂളിൽ ഒരു അഡീഷണൽ ആയിട്ടൊരു സിഗ്മ ബോണ്ട് കൂടെ ഫോം ചെയ്യുന്നുണ്ട്. അതായത് സിഗ്മ SP മോളിക്യുലർ ഓർബിറ്റൽസ് കൂടെ ഇതിൽ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഓവർലാപ്പ് ഓഫ് 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആൻഡ് 2p z ഓർബിറ്റൽ ഓഫ് ഫ്ലൂറിൻ. ഇവ തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ടാണ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p z ഓർബിറ്റലും മോളിക്കുലർ ആക്സിസ്, അതായത് നമ്മുടെ ഹൈഡ്രജൻ ഫ്ലൂറിൻ ആക്സിസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് Z ആക്സിസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവ തമ്മിൽ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിക് എവിഡൻസ് വെച്ചിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഹൈഡ്രജൻ്റെ S ഓർബിറ്റലും ഫ്ലൂറിൻ്റെ P ഓർബിറ്റൽസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു സിഗ്മ SP മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. Since fluorine is more electronegative than hydrogen, the molecular wave function, അതായത് bonding molecular orbitals gives a charge cloud with an electron density greater near the fluorine nucleus than near the hydrogen nucleus. So ഇവിടെ കോൺഫിഗറേഷൻ വരുന്നത് ഒരു സിഗ്മ SP2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു MO ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. HF മോളിക്യൂളിൻ്റെ H മോളിക്യൂൾ എടുത്തു നമ്മൾ, ഫ്ലൂറിൻ്റെ ഹൈഡ്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് 1s അതുപോലെ തന്നെ ഫ്ലൂറിൻ്റെ P ഓർബിറ്റലും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Fൽ ഫ്ലൂറിൽ എന്തുണ്ട്, 1s2 ഉണ്ട്, 2s2 ഉണ്ട്, 2p5 ഉണ്ട്. അപ്പം 1s2 ഉണ്ട്, അതുപോലെ തന്നെ 2s2, 2p5 S ഓർബിറ്റലും P ഓർബിറ്റൽസും ഉണ്ട്.
അപ്പം ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓർബിറ്റലാണ് സിഗ്മ എസ് പി എന്നും പറഞ്ഞിട്ടൊരു ഓർബിറ്റൽ കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു എംഒ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്കറിയാം സിഗ്മ എസ് പിയും സിഗ്മ സ്റ്റാർ എസ് പി എന്നും പറഞ്ഞിട്ട് ഒരു ഓർബിറ്റൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ 2p(x)ഉം 2p(y)യും ആയിട്ട് 2 ഓർബിറ്റൽസ് അതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യേണ്ടത് ആദ്യമേ ഫില്ല് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലാണ് ആ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p5 എന്നും പറഞ്ഞിട്ടുള്ള 2p ഓർബിറ്റലുമാണ് ആ കാണിച്ചിരിക്കുന്നത്. അവ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് സിഗ്മ എസ് പി എന്നും പറഞ്ഞിട്ടൊരു ഓർബിറ്റ് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫ്ലൂറിൻ്റെ മാത്രം 2p(x)ഉം 2p(y)യും അതുപോലെ തന്നെ സിഗ്മ സ്റ്റാർ എസ് പി എന്നും പറഞ്ഞിട്ടൊരു ഓർബിറ്റലും ഫോം ചെയ്യുന്നുണ്ട്, ആൻറ്റി ബോണ്ടിങ്. ഇതിൽ സിഗ്മ എസ് പിയിൽ നമ്മൾ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നുണ്ട്. മേലോട്ട് ഫില്ല് ചെയ്യാനുള്ള ഇലക്ട്രോൺസ് അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് നോക്കുന്നില്ല. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായ സിഗ്മ എസ് പി മാത്രം അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 1/2 × 2 - 0 = 1. അതായത് ഇവിടെ ആൻറ്റി ബോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റൽസിലൊന്നും ഇലക്ട്രോൺസ് ഇല്ലാത്ത കൊണ്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. സോ ദ മോളിക്കുലർ വേവ് ഫംഗ്ഷൻ, അതായത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഗീവ്സ് എ ചാർജ് ക്ലൗഡ് വിത്ത് ആൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ഗ്രേറ്റർ നിയർ ദ ഫ്ലൂറിൻ ന്യൂക്ലിയസ് ദാൻ നിയർ ദി ഹൈഡ്രജൻ ന്യൂക്ലിയസ്. സോ നമ്മൾ ഫ്ലൂറിൻ ന്യൂക്ലിയസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് സിഗ്മ എസ് പി 2 ബോണ്ടിങ് ഓർബിറ്റൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബോണ്ട് ഓർഡർ 1/2 × 2 - 0 = 1 എന്ന് കിട്ടും. അപ്പം ഇവിടെ അതാണ് ഇവിടുത്തെ ബോണ്ട് ഓർഡർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് സിംഗിൾ ബോണ്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നമുക്കറിയാം ഹൈഡ്രജൻ്റെയും ഫ്ലൂറിൻ്റെയും നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ് ഹൈഡ്രജൻ്റെത്. ഫ്ലൂറിൻ്റെ ആണെങ്കിൽ 1s2, 2s2, 2p5 ആണ്. Spectroscopic evidence shows that the electrons in the 1s and 2s orbital of fluorine have too little energy to be involved in the bonding. The molecular orbitals which describes the bonding in hydrogen fluoride must result from linear combination of 1s atomic orbital of hydrogen and one of the 2p atomic orbitals of fluorine, since they have similar energies. ഹൈഡ്രജൻ്റെ 1s അറ്റോമിക് ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p അറ്റോമിക് ഓർബിറ്റൽസും തമ്മിൽ സിമിലർ എനർജീസ് ആയതുകൊണ്ട് അവർ പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് ബോണ്ട് ഫോം സിഗ്മ എസ് പി ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്തിട്ട്, കാരണം അവയ്ക്ക് സെയിം സൈനും ഏകദേശം സിമിലർ എനർജീസും ആയതുകൊണ്ട് പുതിയൊരു സിഗ്മ എസ് പി മോളിക്കുലർ ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യുന്നു. സോ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്, ബോണ്ടിങ്, പിന്നെ ഇലക്ട്രോൺസിനെ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് എ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ വിച്ച് ഈസ് ഫിൽഡ് അപ്പ് വിത്ത് 2 ഇലക്ട്രോൺസ്. ഈ സിഗ്മ എസ് പിയിൽ 2 ഇലക്ട്രോൺസ് അവിടെ ഫില്ല് ചെയ്യും. Consider now the overlap of hydrogen 1s orbital with the fluorine 2p(x) orbital. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p(x) ഓർബിറ്റൽസും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ നേരത്ത് എസ് ഓർബിറ്റൽ ഓവർലാപ്സ് ബോത്ത് ലോബ്സ് ഓഫ് p ഓർബിറ്റൽ. The overlap of s orbital with the positive lobes of the p orbital is exactly cancelled by the overlap of s orbital with the negative lobes of the p orbital. So no bonding results. Similar consideration applied to the overlap of an s orbital with a 2p(y) orbital. അപ്പോൾ അവിടെ ആകെ ഉണ്ടാകുന്നത്, ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഓവർലാപ്പ് ഓഫ് 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആൻഡ് 2pz ഓർബിറ്റൽ ഓഫ് ഫ്ലൂറിൻ. 2pz ഓർബിറ്റൽ ഓഫ് ഫ്ലൂറിൻ ആണ്. അപ്പം ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2pz ഓർബിറ്റലും ആയിട്ടാണ് അവിടെ ഓവർലാപ്പ് നടക്കുന്നത്. മറ്റ് ഓവർലാപ്പ് നടന്നാൽ അവിടെ എന്ത് ചെയ്തു പോകും, അത് ക്യാൻസൽ ചെയ്തു പോകും. അതായത് നമ്മുടെ എസ് ഓർബിറ്റൽ വിത്ത് പോസിറ്റീവ് ലോബ് ഓഫ് p orbital is exactly cancelled by the overlap of
എസ് ഓർബിറ്റൽ വിത്ത് ദ നെഗറ്റീവ് ലോബ് ഓഫ് ദ പി ഓർബിറ്റൽ. അതുകൊണ്ട് അവിടെ ബോണ്ടിങ് ഒന്നും ഉണ്ടാകുന്നില്ല. ആകപ്പാടെ ഉണ്ടാകുന്നത് 2p എസ് ഓർബിറ്റലും അതുപോലെ തന്നെ 2p ഇസഡ് ഓർബിറ്റലും, ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p ഇസഡ് ഓർബിറ്റലുമായിട്ടുള്ള ഓവർലാപ്പ് നടന്ന് സിഗ്മ എസ് പി നടക്കും. അവിടെ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. സോ നമ്മൾ ഫ്ലൂറിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അവിടെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ സിഗ്മ എസ് പി ടൂവിലുള്ള ആ 2 ഇലക്ട്രോൺസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 എന്നാണ് നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ ക്ലാസ് ഒന്നും കൂടെ കാണുക, നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യുക. ഇതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ എന്നെ വിളിച്ചാൽ മതി. ഞാനൊന്ന് ഏതെങ്കിലും ഡൗട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.